ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം അഥവാ സഞ്ജയന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ തഥാ ദ്രഷ്ട്വാതു പാണ്ഡവാനാനീകം വ്യൂഢം ദുര്യോധനസ്തദാചാര്യമുപസംഗമ്യ ബ്രവീത്. ഇതിന്റെ അർത്ഥം ഇതാണ്: അപ്പോൾ ദുര്യോധനൻ പാണ്ഡവരുടെ സൈന്യത്തെ അണിനിരന്നതായി കണ്ടിട്ട് ആചാര്യനായ ദ്രോണരെ സമീപിച്ചു സംസാരിച്ചു. ഈ ശ്ലോകം മഹാഭാരത യുദ്ധത്തിന്റെ തുടക്കത്തിൽ പാണ്ഡവസേനയുടെ ശക്തി കണ്ട് പരിഭ്രാന്തനായ ദുര്യോധനന്റെ മാനസികാവസ്ഥയെ വരച്ചുകാട്ടുന്നു. അവൻ തന്റെ സൈന്യത്തിന്റെ ഭീമമായ ബലത്തെക്കുറിച്ചോ തന്റെ യഥാർത്ഥ ദൗർബല്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ ശത്രുവിന്റെ അണിനിരപ്പിനെയാണ് പ്രധാനമായി കാണുന്നത്. ഈ ചിന്താഗതി പിന്നീട് യുദ്ധത്തിന്റെ മുന്നോട്ടുപോക്കിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദുര്യോധനന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാം. ശ്ലോകത്തിൽ അവൻ നേരിട്ട് ആചാര്യനായ ദ്രോണരെ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്ന് അവനിൽ ഉടലെടുത്തിരിക്കുന്ന അവിശ്വാസവും ഭയവും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പാണ്ഡവരുടെ പക്കലുള്ള സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ളവൻ കൂടിയാണ് ദുര്യോധനൻ. ദ്രോണാചാര്യർക്ക് എല്ലാം അറിയാമെങ്കിലും ദുര്യോധനൻ മനഃപൂർവ്വം ഇതു പറയുന്നത് തന്റെ ഭയവും ആശങ്കയും പ്രകടിപ്പിക്കാനാണ്. അതോടൊപ്പം പാഞ്ചാല രാജകുമാരനായ ദൃഷ്ടദ്യുമ്നനാണ് പാണ്ഡവസേനയെ നയിക്കുന്നതെന്ന് ദ്രോണരെ ഓർമ്മിപ്പിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. ദ്രോണരും ദൃഷ്ടദ്യുമ്നനും തമ്മിലുള്ള ശത്രുത എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ശത്രുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടായ മാനസിക സമ്മർദ്ദവും ഗുരുവിന്റെ പക്ഷപാതമില്ലാത്ത പിന്തുണ ഉറപ്പാക്കാനുള്ള തന്ത്രവും ഇതിൽ കാണാൻ സാധിക്കും. അവർ കുട്ടിക്കാലത്ത് ഒരുമിച്ചു പഠിച്ച സഹപാഠികളും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. അന്ന് ദ്രുപദൻ ദ്രോണരോട് താൻ രാജാവാകുമ്പോൾ തന്റെ രാജ്യത്തിന്റെ പകുതി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ദ്രുപദൻ പാഞ്ചാല രാജാവായി മാറിയപ്പോൾ ദാരിദ്ര്യം കാരണം സഹായം തേടിയെത്തിയ ദ്രോണരെ അവൻ അവഹേളിക്കുകയും അങ്ങനെ ഒരു സൗഹൃദത്തെ തന്നെ നിഷേധിക്കുകയും ചെയ്തു. ഇതിൽ മനംനൊന്ന ദ്രോണർ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും പിന്നീട് തന്റെ ശിഷ്യന്മാരായ പാണ്ഡവരെക്കൊണ്ട് ദ്രുപദനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇതാണിവരുടെ പകയുടെ തുടക്കം. ദ്രുപദന്റെ കഥ പണ്ടത്തെ കാലത്തു മാത്രമല്ല, ഇന്നും മനുഷ്യ സ്വഭാവത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന അഹങ്കാരത്തിന്റെയും നന്ദികേടിന്റെയും ഒരു പ്രതീകമാണ്. ധനവും അധികാരവും വരുമ്പോൾ താനൊരു കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളും തന്നെ സഹായിച്ചവരും മറന്നുപോകുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. ദ്രുപദനെ പോലെ അവർ പഴയ ബന്ധങ്ങളെ പുച്ഛിച്ചു തള്ളുകയും കൂടെയുള്ളവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയും ചെയ്തേക്കാം. ഇതു മനുഷ്യരുടെ അടിസ്ഥാന ഭാവങ്ങളിൽ ഒന്നായ അഹങ്കാരത്തിന് കാലദേശഭേദമില്ല എന്ന് കാണിച്ചു തരുന്നു. ഇത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ഒരു പരിധിവരെ സുരക്ഷിതം. പാണ്ഡവസേനയുടെ മുൻപന്തിയിൽ നിന്ന് യോദ്ധാക്കളുടെ മുൻകാല പ്രകടനങ്ങളും കഴിവുകളും മാത്രം നമുക്ക് പരിശോധിക്കാം. അർജുനൻ തന്റെ അസാധാരണമായ വില്ലാളി മികവിനും ഗാണ്ഡീവമെന്ന ദിവ്യധനുസിന്റെ ശക്തിക്കും പ്രശസ്തനായിരുന്നു. കൌരവരുടെ സ്വയംവര മണ്ഡപത്തിൽ ലക്ഷ്യം കണ്ട് ദ്രൗപദിയെ സ്വന്തമാക്കിയും പിന്നീട് വിരാടരാജന്റെ ഗോധനങ്ങളെ കവർന്ന കൌരവരെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയും അവൻ തന്റെ വീര്യം തെളിയിച്ചു. ഭീമസേനൻ തന്റെ അത്യുഗ്രമായ ശക്തിക്കും ഗദാപ്രയോഗത്തിനും പേരുകേട്ടവനായിരുന്നു. ബാല്യം മുതൽക്കേ തന്നെ ശക്തിശാലിയായിരുന്ന അവൻ ഹിഡിംബൻ തുടങ്ങിയ അസുരന്മാരെ നിഷ്പ്രഭമാക്കുകയും പാണ്ഡവരെ എപ്പോഴും സംരക്ഷിക്കുകയും ചെയ്തു. യുധിഷ്ഠിരൻ തന്റെ സത്യസന്ധതയ്ക്കും ധർമ്മനിഷ്ഠയ്ക്കും ശ്രേഷ്ഠനായിരുന്നു. ധർമ്മരാജൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവൻ തന്റെ വിജ്ഞാനവും ജ്ഞാനവും കൊണ്ട് സാമ്രാജ്യത്തെ നീതിയോടെ നയിച്ചു. കൌരവപക്ഷത്തെ പ്രധാന യോദ്ധാക്കളെക്കുറിച്ചും അവരുടെ പ്രകടനങ്ങളെക്കുറിച്ചും സംസാരിക്കാം. ഭീഷ്മർ, കുരുവംശത്തിന്റെ മുത്തശ്ശൻ, അസാധാരണമായ ധീരതയ്ക്കും അറിവിനും പേരുകേട്ടവനായിരുന്നു. ഗംഗയുടെയും ശന്തനുവിന്റെയും പുത്രനായ അദ്ദേഹം തന്റെ പ്രതിജ്ഞാബദ്ധതയ്ക്കും അജയ്യമായ യുദ്ധമുറയ്ക്കും പ്രശസ്തനായിരുന്നു. ദ്രോണാചാര്യർ, പാണ്ഡവരുടെ ഗുരു, വില്ലാളി വിദ്യയിൽ അഗ്രഗണ്യനായിരുന്നു. വിവിധ അസ്ത്രവിദ്യകളിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം കൌരവരെയും പാണ്ഡവരെയും ഒരുപോലെ പരിശീലിപ്പിച്ചു. കർമ്മൻ, അസാധാരണമായ ധീരതയ്ക്കും ദാനശീലത്തിനും പേരുകേട്ടവനായിരുന്നു. അർജുനനോട് കിടപിടിക്കുന്ന വില്ലാളിയായ അദ്ദേഹം തന്റെ വീര്യം പല സന്ദർഭങ്ങളിലും തെളിയിച്ചു. ദുര്യോധനന്റെ മനസ്സ് എപ്പോഴും അസൂയയാലും പകയാലും ഭാരപ്പെട്ടിരുന്നു. പാണ്ഡവരുടെ നേട്ടങ്ങളിലും അവർക്ക് ലഭിക്കുന്ന ജനപ്രീതിയിലും അവൻ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് അവൻ പലപ്പോഴും പാണ്ഡവരെ നശിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞത്. യുദ്ധഭൂമിയിലും ഈ മനോഭാവം പ്രകടമായിരുന്നു. സ്വന്തം ശക്തിയിലുള്ള വിശ്വാസത്തേക്കാൾ ശത്രുവിന്റെ അണിനിരപ്പും ഭീഷണികളുമാണ് അവനെ കൂടുതൽ ചിന്തിപ്പിച്ചത്.